ഹോർമുസ് കടലെടുക്ക് പിടിച്ചെടുക്കുമെന്നും ഇറാനുമായി ഇനി ചർച്ചയ്ക്കില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ പശ്ചിമേഷ്യയിൽ സമാധാനം അകലുകയാണ്. അതിനു മുമ്പ് തന്നെ ഇറാൻ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആറാഴ്ച അടക്കമുള്ളവർ. ഇറാനിലെ ഖാർഗിൽ വീണ്ടും ആക്രമണം നടത്തുമെന്നും ട്രംപ് പറയുന്നു. ഡ്രോൺ പകർപ്പുകൾ ഉപയോഗിച്ച് അയൽരാജ്യങ്ങൾ ആക്രമണം നടത്തുന്നത് ഇസ്രയേലും അമേരിക്കയുമെന്ന് ഇറാൻ ആരോപിച്ചു. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ സൈനിക മാർഗം അവലംബിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തിപ്പെടുകയാണ്. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾ ഒഴിച്ച് മറ്റ് കപ്പലുകൾക്ക് ഹോർമുസിലൂടെ കടന്നുപോകാൻ അനുമതി നൽകിയതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി വ്യക്തമാക്കി. കടലിടുക്ക് തുറക്കാൻ ചൈന, ഫ്രാൻസ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്നാൽ നിലവിലുള്ള സ്ഥിതി തുടരുമെന്ന് ഫ്രാൻസും കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കാൻ സഖ്യകക്ഷികളുമായി ചർച്ച തുടരുകയാണെന്ന് ബ്രിട്ടനും പ്രതികരിച്ചു. യുദ്ധക്കപ്പൽ മേഖലയിലേക്ക് അയക്കാനുള്ള സാധ്യത തള്ളാതെയാണ് ജപ്പാന്റെ പ്രതികരണം. പശ്ചിമേഷ്യയിലേക്ക് 10 യുദ്ധക്കപ്പലുകൾ അയക്കുമെന്ന വാർത്ത ഫ്രാൻസ് നിഷേധിച്ചു. ഇറാനും അയൽ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കാൻ അമേരിക്കയും ഇസ്രയേലും ഇറാന്റെ ഷഹീദ് ഡ്രോണിന്റെ പകർപ്പായ ലൂക്കാസ് ഡ്രോണുകൾ ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കുകയാണെന്ന് ഇറാൻ ആരോപിച്ചു. മധ്യ ഇസ്രയേലിലേക്ക് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ്. റാമിലെ അടക്കമുള്ള നഗരങ്ങളിൽ തീപിടുത്തമുണ്ടായതാണ് റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രയേലിൽ 14 പേർ കൊല്ലപ്പെട്ടെന്നും 2845 പേർക്ക് പരിക്കേറ്റെന്നും ഇസ്രയേൽ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇറാനിലെ മധ്യ ഇസ്ഫാൻ പ്രവിശ്യയിലേക്ക് നടന്ന ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.